MDMA എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ടോട്ടലി വ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ പുതിയ തലമുറയ്ക്ക് വളരെയധികം ഭീഷണിയാവുന്നുണ്ട്. അപ്പം അത് വിചാരിച്ചിട്ട് മാതാപിതാക്കളൊക്കെ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ എല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം, ഭഗവതിയോടായാലും ഭഗവാനോടായാലും നമുക്ക് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കാം. ഇങ്ങനെയുള്ള വിപത്തുകളിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ, നമ്മുടെ കേരളത്തെ രക്ഷിക്കട്ടെ. ഇന്ത്യയും കേരളത്തെ എല്ലാം രക്ഷിക്കട്ടെ. ഒരു സ്ഥലത്തും, കേരളം ഇന്ത്യ അല്ല, എവിടെ ആയാലും ശരി തന്നെ ഇങ്ങനെയുള്ള മയക്കുമരുന്നുകൾ വ്യാപിക്കാതിരിക്കട്ടെ. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനൊരു ഈ ഭാഗം വായിക്കാൻ പോവുകയാണ്. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് സ്കന്ദപുരാണാണ്. സ്കന്ദപുരാണത്തിലെ പുത്രലാഭം എന്നുള്ള ഭാഗമാണ് വായിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ പുതിയ തലമുറ നന്നായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം. ഇതല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. ഇത് കണ്ടുപിടിച്ചത് നിർത്തലാക്കുക എന്നുള്ളതാണ്. അത് മാത്രമേ നമുക്ക് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അതിന് അധികാരപ്പെട്ടവര് അത് നിർത്തലാക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അത് കുറെ കൂടെ ശക്തമാക്കുക. പൂർണ്ണമായിട്ടും ഈ ഒരു MDMA പോലുള്ള സംഭവങ്ങൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്നത് പൂർണ്ണമായിട്ടും തടയുക, നമ്മുടെ ഭാവി തലമുറയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പം അതുപോലെ തന്നെ ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്നവരൊക്കെയാണ് വളരെയധികം ഇവിടെ പലതരത്തിലുള്ള ഇങ്ങനെയുള്ള MDMA ഒക്കെ പടർത്തുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം അതും ഒരു തരത്തിൽ നോക്കിയാൽ ശരിയായിട്ടുള്ള കാര്യമായിരിക്കും. അപ്പം അതൊക്കെ അവരെയൊക്കെ നമുക്ക് മാറ്റി നിർത്തണം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അന്യ സംസ്ഥാനക്കാരെ നമ്മുടെ സംസ്ഥാനത്തിലേക്ക്, നമ്മുടെ കേരളത്തിലേക്ക് വരുത്താതിരിക്കുക എന്നുള്ളതാണ്. മനസ്സിലായി? അപ്പം അങ്ങനെയുള്ള ഒരു ഇത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഇതുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പം അതിലൂടെ നമുക്ക് നമ്മുടെ സംസ്ഥാനത്തെ നമുക്ക് രക്ഷിക്കാൻ കഴിയും. നമ്മുടെ ഭാവി തലമുറയെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഹരഹര മഹാദേവ ഹര ഹരോ ഹരഹര. അപ്പം ഞാനിന്ന് വായിക്കാൻ പോകുന്നത് സ്കന്ദപുരാണത്തിലെ പുത്രലാഭം എന്നുള്ള ഭാഗമാണ്. അപ്പം അത് ഞാൻ വായിക്കാം കേട്ടോ. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. ഞാൻ വായിക്കാമെന്ന് പറയുന്ന വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഇങ്ങനെ ടീച്ചിങ് എനിക്ക് അത്ര വലുതായിട്ട് അറിയുന്നൊരു സംഭവമല്ല. പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് വീട്ടിൽ തന്നെ ജോലി തിരക്ക് കാര്യങ്ങൾ, കിച്ചണിലൊക്കെ കുക്ക് ചെയ്യാനും പിന്നെ വേറെ വാഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ എനിക്ക് സമയം കിട്ടുമ്പോഴാണ് ഞാൻ ഈ വന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാനിത് ഇരുന്ന് പഠിച്ച് അങ്ങനെ ഞാൻ പറയുന്നതല്ല. ഇങ്ങനെ വായിച്ച് പറഞ്ഞിട്ട് അതിൻ്റെ അർത്ഥം ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുക